ഇപ്പോൾ എറണാകുളത്ത് ഒരു സുനാമി വാർണിംഗ് വരുന്നു എന്ന് വയ്ക്കാം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലാണ്. ഇപ്പോൾ ഒരു അമോണിയ ലീക്ക് ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അകത്തിരിക്കുകയാണോ വേണ്ടത്, പുറത്തേക്ക് ഇറങ്ങുകയാണോ വേണ്ടത്? ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഏത് വഴിക്ക് ഓടണം? പക്ഷേ ഗ്യാസ് ലീക്ക് എന്ന് പറയുന്നത് ഓരോ സമയത്ത് ആ സമയത്ത് കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ടായിരിക്കും. വയനാട് നമ്മൾ വലിയൊരു ദുരന്തം കാണേണ്ടി വന്നത്. അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളൊക്കെ നമ്മൾ ഓൾറെഡി ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ പുനരധിവാസത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു കാലതാമസം നമുക്ക് കാണേണ്ടതായി വരുന്നുണ്ട്. ഇത് ടെക്നിക്കലി വേണ്ടി വരുന്ന ഒരു കാലതാമസമാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ളൊരു കാലതാമസം, ഒരു ഡിലേ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ടോ? മറ്റുള്ള ആളുകൾക്ക് ദുരന്തമുണ്ടാവും, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള തരത്തിലല്ല. ദുരന്തം ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണെന്നൊരു ബോധം നമുക്ക് വേണം. പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഡനായിട്ട് ഒരു പബ്ലിക് പ്രഷർ വരും. ഈ മിനിസ്ട്രിയാണ് ആക്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് കേരളത്തിന് ഇങ്ങനൊരു റിപ്പോർട്ട് ഇല്ലാത്തത്? ഇന്നത്തെ യാത്ര വെറുമൊരു ഡ്രൈവ് അല്ല. ഇന്ന് ഞാൻ പോകുന്നത് പെരുമ്പാവൂരിനടുത്തുള്ള വെങ്ങോലയിലേക്കാണ്. ഈ നൂറ്റാണ്ടിൽ ലോകം കണ്ട ഒട്ടുമിക്ക വലിയ ദുരന്തങ്ങളിലും യുദ്ധങ്ങളിലും ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിൻ്റെ ദുരന്ത നിവാരണ വിഭാഗം തലവനായി പ്രവർത്തിച്ച മലയാളി ഡോക്ടർ മുരളി തുമ്മാരുകുടി. അദ്ദേഹത്തെ നേരിൽ കാണാനും ചെറിയൊരു സൗഹൃദ സംഭാഷണം നടത്തുന്നതിന് വേണ്ടിയുമാണ് ഇന്നത്തെ യാത്ര. 2018 കേരളം വലിയൊരു പ്രളയം നേരിടേണ്ടി വന്നു. പക്ഷേ ഇതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ പ്രളയത്തെക്കുറിച്ച് ഇങ്ങനൊരു കാര്യം വരാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. പക്ഷേ നാം ആരും അത് ചെവികൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലേക്കുള്ള തയ്യാറെടുപ്പുകളും നമുക്കതിനു വേണ്ടി എടുക്കാനും കഴിഞ്ഞില്ല. 2003 യുഎന്നിൻ്റെ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൽ ചേർന്നതോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളിൽ അദ്ദേഹം നേരിട്ട് ഇടപെടുകയുണ്ടായി. അതുപോലെ തന്നെ സുനാമി, പ്രളയം, ഭൂകമ്പം, ഓയിൽ സ്പിൽ, ആയുധ സ്ഫോടനങ്ങൾ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വലിയ ദുരന്തങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് UNEP പ്രവർത്തിച്ചത്. UN തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഡോക്ടർ മുരളി തുമ്മാരുകുടി ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് അതോറിറ്റീസ് ഓൺ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ഡ്യൂറിങ് ക്രൈസിസ് എന്നാണ്. ഇന്ന് അദ്ദേഹം UNCCയുടെ G20 ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് കോർഡിനേഷൻ ഓഫീസിൻ്റെ ഡയറക്ടറായി ജർമ്മനിയിൽ പ്രവർത്തിക്കുന്നു. ഇതിനൊക്കെ പുറമെ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ചില നാട്ടുകാര്യങ്ങൾ എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്ടർ മുരളി തുമ്മാരുകുടിയെ, നമ്മുടെ പ്രിയപ്പെട്ട മുരളി ചേട്ടനെ നേരിട്ട് കാണാം, സംസാരിക്കാം. ഐ വെൽക്കം യു ഓൾ. നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും ഇന്നോവേഷൻസിനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചൊക്കെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സുകളും അറിവുകളും നമ്മുടെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ ആഴത്തിൽ പോകുന്നതിന് പകരം വിവിധ സബ്ജക്റ്റുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ശരി. ലോകത്തിലെ പല രീതിയിലേക്കുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത്തരം ഡിസാസ്റ്ററുകളിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു ബ്രോഡ് ആയിട്ടുള്ള സ്പെക്ട്രമാണ്. സാധാരണ ഇതിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നു, ഉടൻ നമ്മൾ അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യുന്നു. അതാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആയിട്ട് കാണുന്നത്. പത്രങ്ങളിലൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ വിസിബിളായിട്ട് കാണുന്നത്. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ സാഹചര്യം ഉണ്ടോ എന്നുള്ള ഒരു അസസ്മെൻറ്റ് തൊട്ട് ഏതൊരു സാഹചര്യമാണെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ വീട് വയ്ക്കുന്നു, ഇപ്പോൾ വീടിൻ്റെ അടുത്തൊരു തെങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സാഹചര്യമാണ്. അപ്പോൾ അതിനാണ് റിസ്ക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. എന്ത് സംഭവമാണെങ്കിലും അതുകൊണ്ട് ഒരു വിമാനത്താവളം ഉണ്ടാകുമ്പോൾ അതിനുള്ള റിസ്ക് എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് എന്താണ്, അത് റിസ്ക് അസസ്മെൻ്റാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അസസ് ചെയ്ത റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളുടെ വീടിനടുത്തൊരു തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ ഒരു തേങ്ങ തലയിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ തെങ്ങ് വെട്ടിക്കളയാം, അതോടെ ആ റിസ്ക് അങ്ങ് ഇല്ലാതെയാക്കാം.
അല്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളും കണ്ടിട്ടുള്ള പോലെ തേങ്ങയുടെ താഴെ ഒരു കുട പോലെ വയ്ക്കുന്നൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതൊരു റിസ്ക് റിഡക്ഷൻ മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് റിസ്ക് അസസ്മെൻറ്റ് കഴിഞ്ഞാൽ. ഓക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർണിംഗ് സംവിധാനമാണ്. അതായത് ഇങ്ങനെ ഒരു റിസ്കിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാർണിംഗ് കൊടുക്കാം. അപ്പോൾ തെങ്ങിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വാർണിംഗ് എഴുതി വയ്ക്കാം, തെങ്ങിൻ്റെ താഴേക്ക് പോകരുത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മറ്റുള്ള ഏതൊരു ഇതാണെങ്കിലും, ഒരു സൈക്ലോൺ ആണെങ്കിൽ അതിന് വാർണിംഗ് കൊടുക്കാം, ഒരു ഭൂകമ്പമാണെങ്കിൽ അതിന് വാർണിംഗ് കൊടുക്കാം. അതിനൊക്കെ ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ്. പക്ഷേ വാർണിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. അപ്പോൾ വാർണിംഗ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ട് എന്നറിയുന്നു, എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നു, ലാസ്റ്റ് മൈൽ, ആ ഒരു ഫുൾ സീക്വൻസ് ഉണ്ട്. അതായത് ആ ഇൻഫർമേഷൻ വെരിഫൈഡ് ആയിരിക്കണം, ആ ഇൻഫർമേഷൻ ആർക്ക് എപ്പോൾ കൊടുക്കണം എന്നുള്ളതിനെ പറ്റി ചില നിയമ ഇതുണ്ട്, അതിൻ്റെ സാങ്കേതിക വിദ്യകളുണ്ട്. രാത്രി 3 മണിക്കാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആളുകളെ അറിയിക്കുക എന്നുള്ള ചില സാങ്കേതികതയുണ്ട്. അപ്പോൾ മൊത്തം വാർണിംഗ് എന്ന് പറയുന്നത് ഈ ബൈ ഇറ്റ് സെൽഫ് ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനുശേഷം ഡിസാസ്റ്റർ ഉണ്ടാകുന്നു. അപ്പോൾ എമർജൻസി റെസ്പോൺസ് എന്ന് പറയുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടായി, നമുക്ക് ആ വിഷയത്തിൽ ഇടപെട്ടേ പറ്റൂ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളാകാം, മെറ്റീരിയൽ സംവിധാനങ്ങളാകാം, ആശുപത്രി സംവിധാനങ്ങളാകാം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളാണ് ഡിസാസ്റ്റർ റെസ്പോൺസിൽ കിടക്കുന്നത്. ഡിസാസ്റ്റർ റെസ്പോൺസ് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ പിന്നെ വരുന്നത് റിക്കവറി എന്ന് പറയുന്നൊരു സംവിധാനമാണ്. ഈ കാര്യങ്ങളെ എങ്ങനെ, ഇപ്പോൾ നമ്മൾ മേപ്പാടിയിലൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നതാണ്. അതായത് ആ ഡിസാസ്റ്റർ കഴിഞ്ഞു, റെസ്പോൺസ് കഴിഞ്ഞു, ഇനി ആ പ്രദേശത്തെ ആളുകളെ, ജോഗ്രഫിയെ എങ്ങനെ റെസ്റ്റോർ ചെയ്യാം എന്നുള്ളൊരു സാഹചര്യമാണ്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഡിസാസ്റ്റർ എന്നുള്ള ലെസൺസ് നമ്മൾ പഠിച്ചതിന് ശേഷം അത് മറ്റെല്ലായിടത്തും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മേപ്പാടിയിൽ ഒരു ദുരന്തമുണ്ടായി, മേപ്പാടി മാത്രം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ മേപ്പാടി സുരക്ഷിതമായി. പക്ഷേ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ മുഴുവൻ ദുരന്ത സാധ്യതയുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലുള്ള ആളുകളും വാച്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഐവറി കോസ്റ്റിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഫിലിപ്പൈൻസിൽ സാധ്യതയുണ്ട്. ഇങ്ങനെ കൂടി നമ്മൾ ഈ ദുരന്തത്തിലെ പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ ദുരന്ത നിവാരണം എന്ന് പറയുന്ന സൈക്കിൾ പൂർണ്ണമാകുന്നത്. റിസ്ക് അസസ്മെൻറ്റ് തൊട്ട് ലെസൺസ് ലേൺഡ് വരെയുള്ള ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റികളാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. ഇത്തരം ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ മേപ്പാടിയിൽ സംഭവിച്ചതുപോലെ, ഏത് സാഹചര്യത്തിലാണ് UN ഇതിൽ ഇടപെടുന്ന സാഹചര്യം വരുന്നത്? UN ഇടപെടുന്നതിന് ഒരു രാജ്യം റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. ഒരു രാജ്യത്തിൻ്റെ റിക്വസ്റ്റ് ഇല്ലാതെ നമുക്കൊരു ഡിസാസ്റ്ററിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ആ രാജ്യത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിലും വലിയ വെള്ളപ്പൊക്കമാണെങ്കിൽ കേന്ദ്രത്തിന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിലും ഉയരത്തിലുള്ളൊരു വിഷയമാണെങ്കിൽ മാത്രമേ ഒരു അന്താരാഷ്ട്രമായിട്ടുള്ളൊരു ഹെൽപ്പ് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അതേസമയം ഈ നമ്മളുടെ നാട്ടിൽ സംഭവിക്കുന്ന അത്രയും അതിൻ്റെ 10 മാഗ്നിറ്റ്യൂഡുള്ളൊരു വിഷയം മാൽദീവ്സിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ അവർക്ക് ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ 10 പേർ അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്പ് റിക്വസ്റ്റ് വരാറുണ്ട്. 10,000 ആൾ, ഇപ്പോൾ കേരളത്തിൽ 50 ലക്ഷം ആളുകൾ ആണ് ഫ്ലഡിൽ ബാധിച്ചത്. അതിന് UN നേരിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഒരു രാജ്യം ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് ആ രാജ്യത്തിൻ്റെ സന്നാഹങ്ങൾ എന്തുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസാസ്റ്ററിൻ്റെ സ്കെയിലല്ല, ആ രാജ്യത്തിൻ്റെ കപ്പാസിറ്റിയാണ് ഞങ്ങൾ വിളിക്കുന്നതിൻ്റെ ത്രെഷോൾഡ് തീരുമാനിക്കുന്നത്. ഒരു രാജ്യത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ഡിസാസ്റ്റർ പോകുന്ന സമയത്താണോ UN സഹായം തേടുന്നത്? അതെ. അപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അനവധി സ്റ്റേജസ് ഉണ്ട്. ഡിസാസ്റ്റർ റെസ്പോൺസിൽ തന്നെ അനവധി സ്റ്റേജസ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചൈനയിൽ ഭൂകമ്പം ഉണ്ടാകുന്നു. അപ്പോൾ ഭൂകമ്പം ഉണ്ടായിക്കഴിയുമ്പോൾ ആളുകൾ അപകടത്തിൽപ്പെടുന്നു, അവരെ റെസ്ക്യൂ ചെയ്യണം. റോഡുകൾ ഡിസ്ട്രോയ് ചെയ്തു, അത് നമുക്ക് റിക്കവർ ചെയ്യണം. അങ്ങനെയുള്ള പല ടെലികമ്മ്യൂണിക്കേഷൻ ടവർ താഴെ വീണു, അത് നമുക്ക് റിക്കവർ ചെയ്യണം. ഈ കാര്യങ്ങളിലൊക്കെ ആ നാട്ടിനുള്ള വേണ്ടത്ര സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു വരും. ചെറിയ ചില കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഡിസാസ്റ്റർ സാഹചര്യത്തിൽ ആസ്ബെസ്റ്റോസ് എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ വളരെ ചെറിയൊരു ഏരിയ ആണ്, പക്ഷെ ആ ഏരിയയിൽ അവർക്ക് വേണ്ടത്ര അറിവില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് UN സമീപിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം ഞങ്ങൾക്ക് പലപ്പോഴും വരുന്ന ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തം അടങ്കലെടുത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല. ആ ദുരന്തത്തിൽ ഏത് സെഗ്മെൻറ്റിലാണോ ലോക്കൽ കപ്പാസിറ്റി ഇല്ലാത്തത് അവിടെ ഇൻ്റർവീൻ ചെയ്യുക
എന്നുള്ളതാണ്. മനസ്സിലായി. ഇപ്പോൾ ജപ്പാൻ എന്ന് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നന്നായി ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ 2011 സുനാമി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു നഗരത്തിൽ സാധാരണഗതിയിൽ 100 വർഷം കൊണ്ട് ഉണ്ടാകുന്ന അത്രയും ഖരമാലിന്യമാണ് 15 മിനിറ്റ് കൊണ്ട് ജപ്പാനിലുണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യും? സാധാരണഗതിയിൽ മറ്റുള്ളതെല്ലാം അവർക്ക് അറിയാം. പക്ഷേ ഈ ഇത്രമാത്രം മാലിന്യങ്ങൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നൊരു എക്സ്പെർട്ടൈസ് അന്ന് UN-ന്റെ അടുത്തേ ഉള്ളൂ. കാരണം UN ഇന്തോനേഷ്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലും സുനാമിയുടെ സമയത്ത് അത് കണ്ട് ചെയ്ത് അനുഭവിച്ചതാണ്. അപ്പോൾ ആ തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് നോളജിനാണ് പലപ്പോഴും UN-ന്റെ ഇത് തേടുന്നത്. പക്ഷെ ചെറിയ രാജ്യങ്ങൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് തൊട്ട് ആളുകൾ റിക്കവർ ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളിലും സഹായം തേടിയെന്ന് വരാം. അപ്പോൾ ഏത് രാജ്യം ഏത് സഹായം തേടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ആദ്യത്തെ മിഷൻ്റെ ഉദ്ദേശം തന്നെ ആ രാജ്യത്തിന് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തെറ്റായ സഹായം കൊടുക്കുന്നതും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഒരു രാജ്യത്ത് ഇപ്പോൾ കേരളത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു ദുരന്തമുണ്ടാകുന്നു. അപ്പോൾ ദുരന്ത ബാധിതരായ ആളുകൾക്ക് നമ്മൾ എല്ലാ ഭക്ഷണവും വസ്ത്രവും എല്ലാം വിദേശത്ത് നിന്ന് കൊണ്ടു കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ഭക്ഷണവും വസ്ത്രവും വിറ്റുകൊണ്ടിരുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ടല്ലോ, അവർ കൂടി പട്ടിണിയാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എന്താണോ ഇവിടെ ലഭ്യമല്ലാത്തത് എന്നത് കൊണ്ടുവരിക എന്നുള്ളത് കൂടി അതിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം അതിനു പകരം അവിടെ പണമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട വസ്തുക്കൾ ലഭിച്ചു, ആ നാട്ടിലുള്ളൊരു എക്കോണമിയെ നമ്മൾ നശിപ്പിക്കുന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. മനസ്സിലായി. ഇന്ന് ലോകം തീർച്ചയായിട്ടും ഒരുപാട് ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ലോകത്ത് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമികുലുക്കമാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും പല രീതിയിലെ കോൺഫ്ലിക്ട്സുകളാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പലപ്പോഴും വികസിത രാജ്യങ്ങളിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാഷ്വാലിറ്റീസും അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാഷ്വാലിറ്റീസിൻ്റെ നമ്പറിൽ വലിയ ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സത്യമാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കുന്ന ഒരു അവയർനെസ്സിൻ്റെ കുറവ്, ഒരു മെൻറ്റാലിറ്റിയുടെ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു ദുരന്തത്തെ നാം വളരെ സയൻറ്റിഫിക്കായി സമീപിക്കേണ്ടത്? ഒന്നാമതായി ദുരന്തങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു നമ്മൾ പറയുമ്പോൾ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഭൂകമ്പം പോലെയുള്ള ദുരന്തങ്ങൾ കൂടുതൽ സംഭവിക്കുന്നില്ല. അതൊരു ജിയോളജിക്കലായിട്ടൊരു സാഹചര്യമാണ്. അത് 100, 200, 1000 വർഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ എണ്ണത്തിലൊരു വർധന ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ, ആ ദുരന്തത്തിൻ്റെ മാഗ്നിറ്റ്യൂഡല്ല, അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഇപ്പോൾ ഉണ്ട്, ആളുകൾക്ക് കൂടുതൽ സമ്പത്തുണ്ട്, ആളുകൾ താമസിക്കുന്നത് പലപ്പോഴും ദുരന്ത സാധ്യതയുള്ള പ്രദേശത്താണ്. അതുകൊണ്ട് പഴയ അത്രയും ഭൂകമ്പം ഉണ്ടായാൽ തന്നെ അതിൽ കൂടുതൽ ഡാമേജ് ഉണ്ടാകും. രണ്ടാമത്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പുതിയ ദുരന്ത സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചുഴലിക്കാറ്റ് ഇല്ലാതിരുന്ന കേരള തീരത്ത് നമ്മൾ കൂടുതൽ ചുഴലിക്കാറ്റുകൾ കാണുന്നു. ഫ്ലാഷ് ഫ്ലഡുകൾ ഏതാണ്ട് സ്ഥിരമായിട്ട് വരുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഏതാണ്ട് 80% കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. ഹൈഡ്രോമെട്രോളജിക്കൽ എന്ന് പറയും. ഒന്നല്ലെങ്കിൽ വരൾച്ച, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ അതിശൈത്യം, അല്ലെങ്കിൽ കാട്ടുതീ. ഈ തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വർധനയുണ്ട്, മറ്റേ കാര്യത്തിൽ വർധനയില്ല. പക്ഷേ അതിൻ്റെ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള തീവ്രത കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പറയും എർത്ത്ക്വേക്ക് ഡോണ്ട് കിൽ പീപ്പിൾ, ബിൽഡിങ്സ് ഡു എന്നാണ്. അപ്പോൾ ഒരേ തരത്തിലുള്ള ഭൂമികുലുക്കം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2010 ഹൈറ്റിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7.2 മാഗ്നിറ്റ്യൂഡ് ഉള്ളൊരു എർത്ത്ക്വേക്ക് ആണ് അവിടെ ഉണ്ടായത്. അതിൽ ഒരു മിനിറ്റിൽ താഴെ നീണ്ടു നിന്നു 2 ലക്ഷം ആളുകൾ ആണ് അതിൽ മരിച്ചത്. അതിന് 2 മാസത്തിന് ശേഷം ചിലിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അത് 8.9 മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 8.9 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7.2-ൽ നിന്നും 1000 ഇരട്ടിയാണ് ആ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണ് ആ സ്കെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഭൂകമ്പത്തിൽ ഹെയ്റ്റിയിൽ സംഭവിച്ചതിൻ്റെ 500-ൽ താഴെ ആളുകളാണ് ചിലിയിൽ മരിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ചിലിയിലെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് എർത്ത്ക്വേക്ക് സാധ്യതയുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ
എവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളത് ഒന്ന്, ലാൻഡ് യൂസിൻ്റെ പ്ലാനിങ്. ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പ്രളയം ഉണ്ടാകുമ്പോൾ പുഴയുടെ തീരത്തുള്ള ആളുകൾക്ക് അഫക്റ്റ് ചെയ്യുന്നു. തീർച്ചയായും. അപ്പോൾ പല രാജ്യങ്ങളിലും അങ്ങനെ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കാനുള്ള അനുമതിയില്ല. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ തരത്തിൽ ദുരന്തങ്ങൾ കുറയുന്നു. ആ ലാൻഡ് യൂസ് നിയമങ്ങൾ വികസിത രാജ്യങ്ങളിൽ വളരെ വെൽ ഡെവലപ്ഡ് ആണ്, വെൽ എൻഫോഴ്സ്ഡ് ആണ്. നമുക്കിത് രണ്ടുമല്ല. രണ്ടാമത്തെ, അവിടെ നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ഏത് ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. അപ്പോൾ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കെട്ടിടങ്ങൾ ആയിരിക്കും നിർമ്മിക്കുന്നത്. ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കെട്ടിടങ്ങളായിരിക്കും നിർമ്മിക്കുന്നത്. അത് രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഏർലി വാർണിംഗ് സംവിധാനങ്ങൾ വികസിത രാജ്യങ്ങളിൽ എപ്പോഴും പൊതുവെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യ തന്നെ പണ്ട്, ഇപ്പോൾ 1997 99 ഒറീസയിലെ സൂപ്പർ സൈക്ലോണിൻ്റെ സമയത്ത് നമുക്ക് വേണ്ടത്ര ഏർലി വാർണിംഗ് കൊടുക്കാൻ പറ്റിയില്ല. 100,000-ഓളം ആളുകൾ മരിച്ചു. അതേ ഇൻറ്റൻസിറ്റിയിൽ 2013 ഒരു സൈക്ലോൺ ഉണ്ടായി കഴിഞ്ഞപ്പോൾ 1000-ന് താഴെ ആളുകളെ മരിച്ചു. കാരണം നമുക്ക് ഏർലി വാർണിംഗ് കൊടുക്കാനായിട്ട് പറ്റി. ഇപ്പോൾ ഏർലി വാർണിംഗ് സംവിധാനങ്ങളുടെ ഒരു മോഡേണിറ്റി, അത് ആളുകളെ അറിയിക്കാനുള്ള സംവിധാനം, ഇതാണ് മൂന്നാമത്തെ എലമെൻറ്റ്. നാലാമത്തെ, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ എത്ര വേഗത്തിൽ അവരെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. അത് വികസിത രാജ്യങ്ങളിൽ എപ്പോഴും ബെറ്റർ ആയിരിക്കും. ഒരു റോഡ് ആക്സിഡൻറ്റ് ഇത് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു സാധാരണ വികസിത രാജ്യങ്ങളിൽ ഒരു ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും 5 മിനിറ്റിനകം ഒരു റോഡ് ആംബുലൻസ് അവിടെ എത്തും. 15 മിനിറ്റിനകം ഒരു ഹെലികോപ്റ്റർ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വികസിത രാജ്യത്ത് അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗി മരിക്കാനുള്ള സാധ്യതയുടെ 1/5 മറ്റു സ്ഥലത്ത് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഉണ്ടാവുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് സംവിധാനം അതിലും എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി ഇതിൽ നമ്മൾക്ക് പറയണം. അതായത് ഒരു ഏർലി വാർണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു അറിവ് നമുക്ക് പലപ്പോഴും ഇല്ല. തീർച്ചയായും. ഉദാഹരണത്തിന്, ഇപ്പോൾ സുനാമിക്ക് ഒരു വാർണിംഗ് വരും. ഇപ്പോൾ എറണാകുളത്ത് ഒരു സുനാമി വാർണിംഗ് വരുന്നു എന്ന് വയ്ക്കുക. ഒരു ഉച്ച സമയത്ത് ഒരു സുനാമി വാർണിംഗ് വരും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എല്ലാവരും റേഡിയോയിൽ കേൾക്കുന്നു എറണാകുളത്ത് സുനാമി വരുന്നു. അപ്പോൾ ഉടൻ വീട്ടിൽ ആരാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയോ മുത്തച്ഛനോ ആരോ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരെ സ്കൂളിലേക്ക് പോകാനായിട്ട് നോക്കുന്നു. അമ്മയോ അച്ഛനോ ഓഫീസിലാണെങ്കിൽ അവർ നേരെ സ്കൂളിലേക്കായിട്ട് പോകാനായിട്ട് നോക്കുന്നു. ഒരു കുട്ടിയെ റെസ്ക്യൂ ചെയ്താൽ തന്നെ 3-4 ആളുകൾ വണ്ടിയെടുത്ത് ടൗണിലേക്ക് ഇറങ്ങുന്നു. 5 മിനിറ്റിനകം ആ സിറ്റി മുഴുവൻ ജാം ആവുന്നു. ആരെയും രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഈ പോകുന്ന ആളുകളും കൂടി അപകടത്തിൽപ്പെടുന്നു. ഇപ്പോൾ ജപ്പാനിൽ ഒരു സുനാമി വാർണിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും രക്ഷപ്പെടുത്താനായിട്ട് പുറത്തേക്ക് പോകരുത് എന്നുള്ളത് അവിടുത്തെ നിയമമാണ്. അപ്പോൾ ഇൻ സുനാമി യു റൺ ഫോർ യുവർ സെൽഫ്. മറ്റുള്ള ഓരോരുത്തരും യു ടേക്ക് കെയർ ഓഫ്. അപ്പോൾ കുട്ടി സ്കൂളിലാണെങ്കിൽ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്കൂളിനാണ്. അത് അധ്യാപകർക്ക്, അത് പേരൻസിന് അറിയാം, അധ്യാപകർക്ക് അറിയാം, ഗവൺമെൻറ് ഒഫീഷ്യൽസിന് അറിയാം. അപ്പോൾ ഇവരാരും സ്കൂളിലേക്ക് ഓടിപ്പോകുന്നില്ല. അപ്പോൾ ദേ ലുക്ക് ആഫ്റ്റർ ദം. വീട്ടിലുള്ള ആളുകൾ അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നു. ഇതുപോലെ ഏതൊരു വാർണിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് കൂടി നമുക്കുണ്ടാകണം. അപ്പോൾ വാർണിംഗ് മാത്രം ലഭ്യമായിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാക്കനാട് നമ്മളുടെ കെമിക്കൽ എമർജൻസി വാർണിംഗ് സെൻറ്റർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിൽ എവിടെയെങ്കിലും ഒരു വാതകത്തിൻ്റെ ചോർച്ച ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആളുകളെ അറിയിക്കാനുള്ള ഒരു സംവിധാനമൊക്കെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചതാണ്, ഇപ്പോൾ ഒരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു അമോണിയ ലീക്ക് ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അകത്തിരിക്കുകയാണോ വേണ്ടത്, പുറത്തേക്ക് ഇറങ്ങുകയാണോ വേണ്ടത്? ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഏത് വഴിക്ക് ഓടണം? ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഐ ക്യാൻ ഗോ ടു മൂവാറ്റുപുഴ ഓർ കാലടി. അത് നമുക്കറിയണമല്ലോ. അപ്പോൾ ഈ സുനാമി എന്ന് പറയുമ്പോൾ ഓൾവേസ് കടലിൽ നിന്ന് കരയിലേക്കാണ് വരുന്നത്. അപ്പം ഓടുന്ന ഡയറക്ഷൻ വളരെ യൂണീക്കാണ്. പക്ഷേ ഗ്യാസ് ലീക്ക് എന്ന് പറയുന്നത് ഓരോ സമയത്ത് ആ സമയത്ത് കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഇൻഫർമേഷൻ കൂടി കിട്ടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇവേസീവ് ആക്ഷൻ എടുക്കാൻ പറ്റും. ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വികസിത രാജ്യങ്ങളിൽ ഫുള്ളി ഡോക്യുമെൻറ്റഡ് ആണ്. ഈ ആളുകൾ ഓരോരുത്തരും ട്രെയിൻഡ് ആണ്. ഓരോ 6 മാസം കൂടുമ്പോഴും ഒരു എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അവിടെ ദുരന്തങ്ങളുടെ എണ്ണം ദുരന്തങ്ങൾ കുറഞ്ഞില്ലെങ്കിലും ദുരന്തം കൊണ്ട് ആളുകളുടെ മരണം വളരെ കുറയുന്നത്. മുരളി ചേട്ടാ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ സുരക്ഷയുടെ കാര്യം വരുമ്പോഴേ അതിലവർ അവസാനത്തെ ഒരു പ്രയോറിറ്റി മാത്രമാണ് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ റോഡ് സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ പോലും, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബോട്ട് അപകടങ്ങളിലാണെങ്കിൽ പോലും, വലിയ ബിൽഡിങ്ങുകളിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ആണെങ്കിൽ പോലും പല രീതിയിലേക്കുള്ള സുരക്ഷാ വീഴ്ചകൾ നമ്മൾ എവിടെയും കാണാം.
അതുപോലെ തന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇൻഷുറൻസിനും ഇതുപോലെ ഒരു ലാസ്റ്റ് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. അതെ. എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്നുള്ള സാഹചര്യങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ട്. ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾക്കാരെ നമ്മളൊരു കോമാളിയായിട്ടാണ് നമ്മളെ സിനിമകളിൽ പോലും ചിത്രീകരിക്കുന്നതായിട്ട് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? കൂടെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നാം ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത്? നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു സുരക്ഷാ സംസ്കാരമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ അത് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ വരേണ്ടതാണ്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ, ഇപ്പോൾ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ ആണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്നൊരു ചെക്ക് ലിസ്റ്റ് തരും. നമ്മളുടെ വീട് എങ്ങനെയാണ് കുട്ടിക്ക് സുരക്ഷിതമാക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളുടെ ഒരു സർട്ടൻ ലെവലിൽ ഇലക്ട്രിക് പ്ലഗ് ഉണ്ടെങ്കിൽ ആ പ്ലഗിലെ ഹോൾ അടച്ചു വയ്ക്കാനായിട്ടുള്ളൊരു ചില മെറ്റീരിയലുണ്ട്. ഈ ചില കുട്ടി തട്ടി വീഴാനിടയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടത്, കുട്ടി വിഴുങ്ങാൻ സാധ്യതയുള്ള ഏതെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മാറ്റിവെക്കേണ്ടത്, കുട്ടിക്ക് അവിടെ കൊടുക്കുന്ന ഓരോ കളിപ്പാട്ടവും ആ കളിപ്പാട്ടത്തിൻ്റെ വലിപ്പത്തിലും ആ കളിപ്പാട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുവിലും നിറത്തിലും എല്ലാം ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ആ കുട്ടിയെ സുരക്ഷിതമാക്കാനായിട്ട്. ഇത് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. കുട്ടി സ്കൂളിലേക്ക് പോകുന്ന അന്ന് ആദ്യത്തെ ദിവസം ആദ്യത്തെ ക്ലാസ് എങ്ങനെയാണ് സുരക്ഷിതമായി പെരുമാറേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. കാരണം സ്കൂൾ ഒരു പരിചയമില്ലാത്തൊരു അന്തരീക്ഷമാണല്ലോ. അപ്പോൾ ആ സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഏതൊക്കെ സേഫ്റ്റി വിഷയങ്ങളുണ്ട്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളിക്കളത്തിൽ വെച്ച് നമ്മൾ വീണെന്നെങ്കിൽ പരിക്ക് പറ്റി കഴിഞ്ഞാൽ ആരെയാണ് സമീപിക്കേണ്ടത്, ഇതെല്ലാം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു സേഫ്റ്റി ഓറിയൻറ്റേഷൻ. ഇങ്ങനെ ആ വീട്ടിലും സ്കൂളിലുമായി സുരക്ഷ പഠിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു സുരക്ഷാ സംസ്കാരത്തിൽ നിന്നാണ് നമുക്ക് ഉയർന്ന ഒരു സുരക്ഷാബോധം ഉണ്ടാകുന്നത്. നമുക്കത് ഏതാണ്ട് പൂജ്യമാണ്. ആ ഒരു സുരക്ഷാ സംസ്കാരം എന്ന് പറയുന്നത് നമുക്കൊട്ടും തന്നെ ഇല്ല. രണ്ടാമത്തത് മനുഷ്യജീവൻ്റെ വില എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അത് നമ്മൾ പലപ്പോഴും മനുഷ്യൻ്റെ ജീവൻ്റെ വില അമൂല്യമാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ ഓഫ് ലൈഫ് മനുഷ്യർക്കും ഉണ്ട്. അത് പലപ്പോഴും നമ്മളുടെ നാട്ടിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നാൽ എന്ത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നുള്ള തരത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഒരു കെട്ടിടം പണിയുന്ന സമയത്ത് ആളുകളെ പൂർണ്ണമായിട്ടും പരിശീലിപ്പിക്കുകയും ആളുകൾക്ക് പൂർണ്ണമായുള്ള സേഫ്റ്റി ഹാർനസ് നൽകുകയും ആളുകൾ ആ സ്കാഫോൾഡിംഗ് എല്ലാം പ്രോപ്പർലി സർട്ടിഫൈഡ് ആക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നൊരു അധിക ചെലവുണ്ട്. അതേസമയം തന്നെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? അത് ചിലപ്പോൾ 50,000 1 ലക്ഷം ആയിരിക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ലാഭമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ ഓഫ് ലൈഫ് നമുക്കില്ലാത്തത് നമ്മളുടെ ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മളുടെ വാല്യൂ ഓഫ് ലൈഫ് നമ്മൾ കൊടുക്കാത്ത ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു യങ് ആയിട്ടുള്ള കുട്ടിയുണ്ട്, നമ്മളുടെ കാറിൽ ഒരു ചൈൽഡ് സേഫ്റ്റി സീറ്റ് ഉണ്ടോ എന്നുള്ളത് കേരളത്തിൽ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 99% ഓഫ് ദ കാർസ് ഡോണ്ട് ഹാവ്. ഒരു കാറിന് ഇപ്പോൾ 20 ലക്ഷം രൂപ കൊടുക്കുന്നത് വളരെ സ്വാഭാവികവും സാധാരണവുമായിട്ടുണ്ട്. ഒരു ചൈൽഡ് സേഫ്റ്റി സീറ്റിന് 10,000 രൂപ പോലും ഇന്ന് വിലയില്ല. അപ്പോൾ അവിടെ വിലയില്ലാത്തതോ കുട്ടിക്ക് വിലയില്ലാത്തതോ അല്ല വിഷയം. കുട്ടിക്ക് വേണ്ടി നമ്മൾ എത്ര ലക്ഷം വേണമെങ്കിലും നമ്മൾ കൊടുത്തു തരും. പക്ഷേ ആ കുട്ടിക്ക് ഒരു ചൈൽഡ് സേഫ്റ്റി സീറ്റ് കൊടുക്കുന്നത് ശരിയായ സുരക്ഷാ സംവിധാനമാണെന്ന് നമ്മൾ ഇന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു അവയർനെസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. നാലാമത്തത് നമ്മളുടെ ഒരു ലീഗൽ എൻഫോഴ്സ്മെൻ്റ് ഒരു പ്രശ്നമുണ്ട്. ഒരു കുട്ടി ഇപ്പോൾ യൂറോപ്പിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താൻ പാടില്ല എന്നുള്ളത് നിയമമാണ്. അത് അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ആ ഫ്രണ്ടിൽ നിന്നുള്ള ഇമ്പാക്റ്റിന് വരുന്ന ബലൂണുണ്ടല്ലോ, അത് എൻ്റെ ഇമ്പാക്റ്റ് കുട്ടികൾക്ക് പലപ്പോഴും താങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ അതുകൊണ്ട് ബാക്കിലെ സീറ്റിലിരിക്കണം. ബാക്കിലെ സീറ്റിലിരിക്കുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മെറ്റൽ വേണം, എന്നാലേ സേഫ്റ്റി സീറ്റ് ബെൽറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു കോൺസിക്വൻസ് ഇല്ലല്ലോ. ഇപ്പോൾ ബൈക്കിൻ്റെ പുറകിൽ കുട്ടിയെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നത് ഏറ്റവും അരക്ഷിതമായൊരു കാര്യമാണ്. എത്രയോ കുട്ടികൾ അങ്ങനെ അപകടത്തിൽ മരിക്കുന്നു. ഒരു വർഷത്തിൽ ഈ റോഡ് അപകടത്തിൽ എത്രയോ കുട്ടികൾ മരിക്കുന്നു. അവർക്ക് ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട്, കുട്ടിയെ റെസ്ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട്, കുട്ടിയെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയത് കൊണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു കോൺസിക്വൻസും ഇല്ല. അതൊക്കെ സ്വകാര്യ ദുഃഖങ്ങളായി
റോഡിൽ ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് നമ്മളങ്ങ് കാണണം. അതെ. ഇതെല്ലാം മാറിയാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായൊരു സംസ്കാരം ഉണ്ടാകുകയുള്ളൂ. ആ കാലത്ത് മാത്രമേ അപകടങ്ങളിൽ സുസ്ഥിരമായ കുറവുണ്ടാകുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അല്ലേ? മുരളിച്ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇതിനൊരു മാറ്റം സംഭവിക്കുക? സാധ്യമാകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു വർഷത്തിൽ കേരളത്തിൽ 10,000-ഓളം ആളുകളാണ് അപകടങ്ങളിൽ മരിക്കുന്നത്. 4,000-ൻ്റെ മീതെ ആളുകൾ റോഡ് അപകടത്തിൽ മരിക്കുന്നു. 1,500 ആളുകൾ മുങ്ങി മരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയരങ്ങളിൽ നിന്ന് വീണ് മരിക്കുന്ന ആളുകളുടെ എണ്ണം 1000-ൻ്റെ മുകളിൽ പോയി. ആദ്യമായിട്ടാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് ഡേറ്റ സെർച്ച് ചെയ്യുന്നത്. അത് ഈ ഹൈറൈസ് കൺസ്ട്രക്ഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്, വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ. റെയിൽവേ ട്രെയിൻ തട്ടി ട്രെയിനിലേക്ക് കയറുമ്പോൾ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ മരിക്കുന്ന ആളുകളുടെ എണ്ണം, ഇലക്ട്രിക്യൂഷൻ്റെ എണ്ണം, അങ്ങനെ എല്ലാം കൂടി ഏതാണ്ട് 8,000 ആളുകളാണ് ഓരോ വർഷവും കേരളത്തിൽ മരിക്കുന്നത്. ഇതിലെ 50% മരണങ്ങളെങ്കിലും മിനിമം പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഗവൺമെൻറ് നമ്മളുടെ അടുത്ത ഭരണത്തിൻ്റെ 5 വർഷത്തിനകം 50% ഈ മരണം കുറയ്ക്കുമെന്നുള്ളൊരു ശക്തമായൊരു തീരുമാനമെടുത്ത് അതിലെ ഓരോ വകുപ്പുകൾക്കും അത് കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകൾ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ്, മറ്റുള്ള റോഡ് സേഫ്റ്റി ആണെങ്കിൽ അതിന് ഇപ്പോൾ തന്നെ പല വകുപ്പുകളുണ്ട്. മുങ്ങിമരണത്തിന് ആരും തന്നെ ഉത്തരവാദിയല്ല, അപ്പോൾ അതിനൊരു ഉത്തരവാദി ഉണ്ടാക്കി ഈ തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കണം. ഏറ്റവും ഐഡിയലായുള്ള സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിനൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് പോലെ UK-യിലെ ഒരു സംവിധാനം നമുക്കുണ്ടാക്കണം. എല്ലാ സുരക്ഷയും കൈകാര്യം ചെയ്യുന്ന നമ്മളുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും നമ്മളുടെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്റ്റും റോഡ് സേഫ്റ്റിയും ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് നമുക്കുണ്ടാകുകയും അവർ കൃത്യമായ നയങ്ങളുണ്ടാക്കുകയും പരിശീലനം നൽകുകയും അത് പാലിക്കാത്തവർക്ക് കോൺസിക്വൻസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അവയർനെസ്സിൽ കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ അവിടെ പലപ്പോഴും ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഈ സേഫ്റ്റിയിൽ ഷോർട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ആളുകൾ അത് പാലിക്കില്ല. അപ്പോൾ കോൺസിക്വൻസ് കൂടി ഉണ്ടായാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. ഇത്തരം ഡേറ്റകളൊക്കെ പഠിച്ച് കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ശരിക്കും ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം ഒരു ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലേക്കുള്ള സാറ് പറഞ്ഞതുപോലെ വലിയ രീതിയിലേക്കുള്ള അപകടങ്ങൾ നമ്മുടെ പ്രിക്കോഷണൽ സിസ്റ്റത്തിനെയും കുഴപ്പം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിസിഷൻ മേക്കർ അവിടെ ഉണ്ടാവുകയും നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? ആണ്. അത് ഇത് സേഫ്റ്റിയുടെ മാത്രം കാര്യമല്ല. കേരളത്തിൽ പൊതുവെ ഡേറ്റ എവിഡൻസ് ബേസ്ഡ് പോളിസി എന്ന് പറയുന്നത് സാധാരണഗതിയിലില്ല. ഒരു ഇൻസ്റ്റിങ് ബേസ്ഡ് പോളിസി അല്ലെങ്കിൽ ഇവന്റ് ബേസ്ഡ് പോളിസിയാണ് സാധാരണ നടക്കുന്നത്. ഏതൊരു കാര്യത്തെ പറ്റിയിട്ടാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ, ഫാക്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പൈൽ ചെയ്തിട്ട് വേണം നമ്മൾ ആ തീരുമാനം എടുക്കാനായിട്ട്. ഈ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഓരോ വർഷവും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് വരും, ആക്സിഡൻറ്റ്സ് ആൻഡ് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അത് ഏതാണ്ട് ഒരു വർഷത്തെ ഗ്യാപ്പിലാണ് വരുന്നത്. 2023 റിപ്പോർട്ടായിരിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ട്, 2024 റിപ്പോർട്ട് അടുത്ത വർഷം അവൈലബിൾ ആയിട്ടുള്ളത്. 1967 തൊട്ട് ഓരോ വർഷവും ഈ ഡേറ്റ കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിലുണ്ട്. അതിൽ എല്ലാ തരത്തിലുള്ള അപകടങ്ങളുണ്ട്. അത് ഇടിവെട്ടുന്നത് തൊട്ട് ആന കുത്തുന്നത് വരെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് തൊട്ട് എയർക്രാഫ്റ്റ് അപകടം തൊട്ട് ബോട്ട് അപകടം തൊട്ട് മുങ്ങിമരണം വരെയുള്ള മുഴുവൻ ഡേറ്റയും ഓരോ സംസ്ഥാനത്തെ, ഓരോ പ്രായത്തിലെ, ഓരോ നഗരത്തിലെ ഇതെല്ലാം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഞാനിതെല്ലാം കൊല്ലങ്ങളായിട്ട് ഇവിടെ കയറി നോക്കും. ഞാൻ അവരോട് ചോദിക്കും എന്തുകൊണ്ടാണ് കേരളത്തിന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലാത്തത്. ഞാൻ പലപ്പോഴും ചോദിക്കുക, ഈ ഡേറ്റ മുകളിൽ എത്തണമെങ്കിൽ ആ താഴെ നിന്നാണല്ലോ പോകുന്നത്. അത് എവിടെ നിന്നാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് പോകുന്നത്? അത് കമ്പൈൽ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഡേറ്റ ഇല്ലാത്തത്? റോഡ് സേഫ്റ്റിയുടെ ഡേറ്റ മാത്രം പോലീസിന്റെ വെബ്സൈറ്റിലുണ്ട്. പക്ഷേ മറ്റുള്ള ഡ്രൗണിങ് ആണെങ്കിൽ, ഫയർ സേഫ്റ്റി ആണെങ്കിൽ, ഇലക്ട്രിക്കൽ സേഫ്റ്റി ആണെങ്കിൽ ഇതൊന്നും കമ്പൈൽഡ് ആയിട്ടൊരു ഇൻഫർമേഷൻ കേരളത്തിൽ ലഭ്യമല്ല. ഈ കേരളത്തിൻ്റെ ഡേറ്റ ഞാൻ കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ പോയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഈ ഒരു സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഒരു ആനുവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ആക്സിഡൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. ഞാൻ ഷെല്ലിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്ന വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഓയിൽ കമ്പനിക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എക്സ്പ്ലോറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൽ ഓരോന്നിലും ആളുകൾ
ജോലി ചെയ്യുന്നുണ്ട്. ആഹാ. ചിലതിൽ 50 പേരായിരിക്കും, ചിലതിൽ 500 പേരായിരിക്കും, ചില 1000 പേരായിരിക്കാം. ഓക്കെ. ഇതിലെവിടെയെങ്കിലും ഒരു ചെറിയ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അപകടം എന്ന് അവർ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു അപകടമുണ്ടായി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിച്ചില്ല. യു കെയിം ടു വർക്ക്, സംതിങ് ഹാപ്പൻഡ് ആൻഡ് ദെൻ യു കുഡ് നോട്ട് വർക്ക്. Okay. ലോസ്റ്റ് ടൈം ഇഞ്ചുറി എന്നാണ് അതിന് പറയുന്നത്, LTI. ഓക്കെ. അതാണ് ലോവസ്റ്റ് ലെവലായിട്ട് അവർ ഓക്കെ. ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനുശേഷം അത് മേജർ മൈനർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ദിവസം വരാതിരിക്കുക, മേജർ ആക്സിഡൻറ്റ് കുറച്ച് നാളത്തേക്ക് വരാതിരിക്കുക, അല്ലെങ്കിൽ ഡെത്ത്. അതെ. ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലാണ് അതെ. നമ്മളുടെ അപകടങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആഹാ. ഓരോ ഡയറക്ടർമാരുടെയും ഡോറിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഓ. നിങ്ങളുടെ ആക്സിഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എത്രയാണ്, നിങ്ങളുടെ ലാസ്റ്റ് ഇയർ എത്ര ആളുകൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മരിച്ചു, ഓക്കെ. എത്ര പേർക്ക് അപകടം ഉണ്ടായി, ഓക്കെ. ലാസ്റ്റ് അപകടം ഉണ്ടായതിന് ശേഷം എത്ര ദിവസമായി, അപ്പോൾ ഒരു ദിവസത്തിനകം അല്ലെങ്കിൽ ഒരു മാസത്തിനകം. അപ്പോൾ ഇത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ഒരു സാലറിയുടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അതിലാണ് കൊടുക്കുന്നത്. ഓ. അപ്പോൾ നമുക്കൊരു ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഉണ്ട്, ഓക്കെ. നമുക്ക് നമ്മുടെ കൊളീഗുമായിട്ടൊരു കമ്പാരിസൺ ഉണ്ട്. ഓക്കെ. അതായത് എൻ്റെ ബാച്ചിലാണ് കൂടുതൽ ആളുകൾ മരിക്കുന്നത്. സോ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ വേണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ എത്ര ആളുകൾ അവിടെ മരിക്കുന്നു, അതെ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിൽ എത്ര പേർ മരിക്കുന്നു, പോലീസിൽ എൻ്റെ ഇതിൽ റോഡ് ട്രാൻസ്പോർട്ടിൽ എത്ര ആളുകൾ മരിക്കുന്നു എന്നുള്ളത് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഡനായിട്ട് ഒരു പബ്ലിക് പ്രഷർ വരും. ഈ മിനിസ്ട്രിയാണ് ആക്ട് ചെയ്യേണ്ടത്, റെയിൽവേ ഇത്ര അപകടം ഉണ്ടാകുന്നു. അപ്പോൾ ഡ്രൗണിങ്ങിന് ആരും ഉത്തരവാദി ഇല്ല, അപ്പോൾ ആരെങ്കിലും ഒരു ഉത്തരവാദി വേണ്ടേ. ഈ തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഒരു എലമെൻറ്റും കൂടി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. അതെ അതെ. എനിക്ക് തോന്നുന്നു ടെക്നോളജിയും AI ഒക്കെ ഇത്രയേറെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഡേറ്റ വെച്ചുകൊണ്ട് അനാലിസിസ് അല്ലെങ്കിൽ ബിഗ് ഡേറ്റ അനാലിസിസ് ഒക്കെ വളരെ എളുപ്പമാണ്. വളരെ ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ നമ്മുടെ ഭരണകൂടത്തിന്റെ മുന്നിൽ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. അതായത് എൻ്റെ ഒരു ഡേറ്റയുടെ അഭാവമല്ല, ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ ഉപയോഗിക്കുന്ന ഒരു രീതി, ഒരു മൈൻഡ് സെറ്റ്, അത് സേഫ്റ്റിയിൽ ഉൾപ്പെടെ എല്ലാ രംഗത്തും വരണം. സേഫ്റ്റിയിൽ പ്രത്യേകിച്ചും, ബിക്കോസ് ആളുകളുടെ ജീവന്റെ പ്രശ്നമാണല്ലോ. മനസ്സിലായി. ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദുരന്തത്തിന് വേണ്ടിയിട്ട് ദുരന്തം ഉണ്ടാവുന്നുള്ള രീതിയിൽ മുന്നറിയിപ്പ് കിട്ടുകയും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു കുടുംബം എന്നുള്ള രീതിയിൽ, ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭരണകൂടം എന്നുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇത് വലിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇതെന്താണ്, അപകടം ആർക്കും സംഭവിക്കാവുന്നതാണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഡിസാസ്റ്റർ ഇസ് സംതിങ് വിച്ച് ഹാപ്പൻസ് ടു യു, കുഡ് ഹാപ്പൻ ടു യു. മറ്റുള്ള ആളുകൾക്ക് ദുരന്തമുണ്ടാവും, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള തരത്തിലല്ല. ദുരന്തം ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണെന്നൊരു ബോധം നമുക്ക് വേണം. കേരളത്തിൽ ഒരു വർഷം 4000 ആളുകൾ റോഡിൽ മരിക്കുന്നുണ്ട്. ഈ മരിക്കുന്ന ഒരാൾ പോലും അന്ന് രാവിലെ വീട്ടിൽ നിന്ന് എണിച്ചു പോയപ്പോൾ ഇന്ന് എനിക്കൊരു അപകടം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇറ്റ് ഹാപ്പൻ. ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടല്ലോ. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? എനിക്കൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നമ്പർ 1, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അത് ദാറ്റ് സംതിങ് വിച്ച് ദ ഫാമിലി ഷുഡ് ബി ഫെമിലിയർ വിത്ത്. മൂന്നാമത്, എന്താണ് നമുക്കുണ്ടാകുന്ന അപകട സാധ്യതകൾ, അതെങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ റോഡിൽ പോവുകയാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള അപകട സാധ്യതയെങ്കിൽ റോഡിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് എങ്ങനെ പെരുമാറാം. അപ്പോൾ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കുക, സീറ്റ് ബെൽറ്റ് ഇടേണ്ടതാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുക. യാത്രകൾ എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ മാനേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 5 മണി വരെ യാത്ര ചെയ്യുന്നത് അപകടത്തിൻ്റെ സാധ്യത കൂട്ടും. അതിന് പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ പരമാവധി ഒഴിവാക്കുമെന്ന് നമ്മൾ നിർബന്ധമായിട്ടങ്ങ് വയ്ക്കുക. നമ്മൾ അനാവശ്യമായിട്ട് ഒരു വർഷത്തിൽ അനാവശ്യമായിട്ടെന്ന് പറയുമ്പോൾ എയർപോർട്ടിലേക്ക് ആളുകളെ റിസീവ് ചെയ്യാൻ പോകുന്നത്, ആളുകളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു വർഷത്തിൽ 100 ആളുകളെങ്കിലും കേരളത്തിൽ ഈ ഒരു ട്രിപ്പിൽ മരിക്കുന്നുണ്ട്. ഒരാളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് 10 ആളുകൾ 15 ആളുകൾ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യം വാസ്തവത്തിൽ ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കാവുന്ന ചില യാത്രകളുണ്ട്. അപ്പം ഏതൊരു യാത്ര തുടങ്ങുമ്പോഴും നമുക്ക് ആലോചിക്കാം, ഇത് വാസ്തവത്തിൽ ഇത് ആവശ്യമുള്ളൊരു യാത്രയാണോ? നമുക്ക് ഓഫീസിൽ പോകാനുള്ളത് നമുക്ക് ഒഴിവാക്കാവുന്ന യാത്രയല്ല, നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാവുന്നതാണെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നു. നമുക്കറിയാവുന്ന ജോലി നമ്മൾ ചെയ്യണം, അറിയുമ്പോഴത്തെ ജോലി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ വീട്ടിൽ ഒരു കിണർ വൃത്തിയാക്കാനുണ്ടെങ്കിൽ അത് നമുക്കറിയാവുന്ന ഒരു ജോലിയല്ല. അപ്പോൾ നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യത. നമ്മൾക്കൊരു ജോലി ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മൾക്ക് വേറെ ജോലിയൊന്നുമില്ല, കിണർ വൃത്തിയാക്കാനുള്ള ജോലിയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ആ ജോലിക്ക് നമുക്ക് ആവശ്യമുള്ള പരിശീലനങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം.
പരിശീലനം ഇല്ലാതെ അതാണ് നമുക്ക് കിട്ടുന്ന തൊഴിലെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകരുത്. അപ്പോൾ ഈ തരത്തിൽ അനവധി കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സുരക്ഷ ഒഴിവാക്കാനനുസരിച്ച് ഓരോ ജോലിക്കും ആവശ്യമായ തയ്യാറെടുപ്പുകൾ നമുക്കുണ്ടോ, വ്യക്തി സുരക്ഷ ഉപകരണങ്ങളുണ്ടോ, അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു തൊഴിലാണെങ്കിലും ചെയ്യാനായിട്ട് പോകാനായിട്ട്. ഒരു കുടുംബം എന്നുള്ള നിലയിൽ ഈ കുടുംബത്തിൽ ഒരു വീട് എന്ന് പറയുന്നിടത്തും ചില അപകട സാധ്യതകളുണ്ട്. ഓരോ വർഷത്തിലും ഈ 150 ആളുകൾ ഇലക്ട്രോക്യൂട്ട് ചെയ്യപ്പെടുന്നതിൽ 25 ആളുകളാണ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മരിക്കുന്നത്. അതിൽ മറ്റുള്ള ആളുകൾ ഒന്നില്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലാണ് മരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സാധ്യതയാണ്. നമ്മുടെ വീടുകളിൽ എന്തൊക്കെ അപകട സാധ്യതയുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെയാണ് കുട്ടികൾ പലപ്പോഴും മരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് വിഴുങ്ങി മരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ. അപ്പോൾ അതിനുള്ളൊരു അതൊഴിവാക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് ഉറപ്പാക്കുക. നമ്മളുടെ വീട്ടിൽ കൃത്യമായിട്ടുള്ളൊരു ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. നമ്മൾ കേരളത്തിലെ 80 ലക്ഷം വീടുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വീടുകളിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാകുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വളരെ വിരളമാണ്. ആണ്. അതെ, വീടിനകത്ത് പോലും ധാരാളം അപകട സാധ്യതകളുണ്ട്. സാധാരണ ഇതിൽ നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീടിനകത്ത് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഉണ്ട്, കെമിക്കൽ സേഫ്റ്റി ഉണ്ട്, പലതരത്തിലുള്ള ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഫയർ സേഫ്റ്റി ഉണ്ട്, ഹീറ്റ് സേഫ്റ്റി ഉണ്ട്, ചൂടുള്ള വെള്ളം വരുന്ന അല്ലെങ്കിൽ ഹീറ്റ് റെയിൽ തട്ടുന്ന, അങ്ങനെ പലതരത്തിലുള്ള അപകട സാധ്യതകൾ വീടിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഒമാനിൽ ജോലിയായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് തരുന്ന ഒരു ഹോം സേഫ്റ്റി ഹാൻഡ് ബുക്കാണ്. അപ്പോൾ ഏതൊക്കെ സുരക്ഷാ വിഷയങ്ങളുണ്ട്, അതെങ്ങനെ കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തീർച്ചയായിട്ടും ഉണ്ട്, അത് നമുക്ക് സാധാരണ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നൊരു വസ്തുവുണ്ട്. ഒരു വീട്ടിലൊരു ഫയർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ ഓരോ വർഷവും ഒരു ഡസൻ ആളുകൾ, സ്ത്രീകൾ പ്രത്യേകിച്ച് മരിക്കുന്നതാണ്. അതായത് ഇതിൽ നിന്ന് തീ ദേഹത്തേക്ക് പടർന്നു, അത് ആളിക്കത്തി ആൾ മരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം, ഒരു ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരാളുടെ ദേഹത്തേക്ക് തീ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കവർ ചെയ്യാനായിട്ട് ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്ലാങ്കറ്റ്, അത് നമ്മളുടെ കിച്ചണിൽ ഏത് സമയത്തും ഒരു പുള്ളിന് തുറക്കാൻ പാകത്തിനുള്ള ഫയർ ബ്ലാങ്കറ്റ് അവിടെ ഏത് വീട്ടിലാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് തന്നെ ചെയ്യേണ്ട അനവധി കാര്യങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ഓഫ് കോഴ്സ് ഇൻഷുറൻസും, ഹെൽത്ത് ഇൻഷുറൻസും, ലൈഫ് ഇൻഷുറൻസും എല്ലാം. ഇങ്ങനെ ഓരോ തരത്തിലും ആ ലെവലിലുള്ള ഒരു റിസ്ക് അസസ്മെൻറ്റ് നമ്മൾ നടത്തണം. അവിടെ ഏത് തരത്തിലാണ് റിസ്ക് ഒഴിവാക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കണം. ബാക്കിയുള്ള റിസ്കിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുകയും വേണം. അത്രയും ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് വീടാണെങ്കിലും ഓഫീസാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും നമ്മൾ സുരക്ഷിതമാകുകയുള്ളൂ. അതെ. കഴിഞ്ഞ 25 വർഷത്തിലേറെയായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് മുരളി ചേട്ടൻ. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വലിയതും ചെറുതുമായിട്ടുള്ള ഈ ദുരന്തങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ രീതിയിലേക്കുള്ള ഇൻവോൾവ്മെൻറ്റ് നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ലോകത്ത് നടന്നിരിക്കുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ദുരന്ത നിവാരണം മനസ്സിൽ ഓർമ്മയിലിരിക്കുന്ന ഒരു കേസ് സ്റ്റഡി, അത് നമ്മുടെ കേരളത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് സ്റ്റഡി എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇനി കേരളം നേരിടാൻ പോകുന്ന വലിയ ദുരന്തം എന്തായിരിക്കും? മിന്നൽ പ്രളയങ്ങൾ ഇനി കേരളത്തിൻ്റെ ഒരു റിയാലിറ്റിയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഫ്യൂച്ചറിലേക്ക് കൂടുതൽ വരാനാണ് സാധ്യത എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഒരു അണക്കെട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലെ എല്ലാ ഡാമുകളുടെയും ഒരു ഡാം ബ്രേക്ക് മോഡൽ, അതായത് ആ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു അനാലിസിസ് ഈ 2018 പ്രളയത്തിന് ശേഷം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട് ഇരിക്കുന്നത് അണ പൊട്ടിയാൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള സ്ഥലത്താണെന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഹാപ്പൻസ്, നമുക്കൊരു അലർട്ട് വരുന്നു രാത്രി 3 മണിക്ക്, വാട്ട് ഷുഡ് ഐ ഡു? 40,000 ആളുകൾ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 1,00,000 ആളുകൾക്കുള്ള ഒരു നഗരമാണ് അവർ റീബിൽഡ് ചെയ്തത്. അപ്പോൾ 60,000 ആളുകൾ അവിടെ വരുന്നത് പുതിയ സാധ്യതകളുമായിട്ടാണ്. അവർക്ക് ദുരന്തത്തിൻ്റെ ഒരു മെമ്മറി ഇല്ല. അതെ, അപ്പോൾ റെയിൻഫോൾ ഡേറ്റ മറ്റുള്ളത് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നതിലും വേഗത്തിൽ ഈ ട്വിറ്റർ ഫീഡും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെച്ചിട്ട് അവർക്കത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.